പോക്കറ്റ് മണി കിട്ടിയിരിക്കണം. ഹൗസ് വൈഫായിട്ടുള്ള മിക്ക സ്ത്രീകൾക്കും ഇപ്പോൾ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാകണമെന്നില്ല. അതാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കും ഹസ്ബൻഡുമായിട്ട്. എല്ലാ ആഴ്ചയിലും പോയിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. ഹസ്ബൻഡിനെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. എങ്ങനെ പെൺകുട്ടികൾക്ക് അല്ല വീട്ടമ്മമാർക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതിൽ പലതരത്തിലുള്ള ജോബ് കാണും. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുവാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഒരു 19% സ്ത്രീകളും കൂടുതലും വീട്ടമ്മമാരാണ് അവരുടെ വീട്ടിലെ സകലമാന കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് കൊണ്ട് ക്യാഷ് കൊടുത്താൽ പോലും വീട്ടിലുള്ള സകല കാര്യവും ടൈം ടേബിൾ അനുസരിച്ച് ഇന്ന കാര്യത്തിന് ഇത്ര രൂപ വേണം, അതിന് അത്രയും രൂപ മാറ്റി വെക്കണം എന്ന് ഒരു ഷെഡ്യൂൾ ഇട്ട് അവരായിരിക്കും എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് മിക്കപ്പോഴും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അല്ലേ. ബട്ട് ഇതിന്റെ ഒരു ഉത്തരവാദിത്വം പെൺകുട്ടികൾ തന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമായിരിക്കും. മീൻസ് സാമ്പത്തികമായിട്ട് യാതൊരുവിധ വറിയുമില്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ, മീൻസ് ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതിന് ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് ഇന്ന് തൊട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രയത്നിക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, തുടങ്ങാം. ബേസിക്കലി പറയുവാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ തന്നെ എടുത്താൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ മാരേജിന് മുമ്പ് പഠിച്ച് ജോലിയൊക്കെ വാങ്ങി മേ ബി ഒരു പ്രൈവറ്റ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഇവരിങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മാരേജൊക്കെ ആകുന്നത്. അങ്ങനെ ഒരു 2-3 മാസം അവർക്ക് പോകാൻ പറ്റും ജോലിക്ക്. അതിനുശേഷം അവർക്ക് കുട്ടികളായി ഫാമിലിയായി അങ്ങോട്ടേക്ക് ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷൻ കാണും. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മിക്ക ഹസ്ബൻഡുമാരും ജോലിക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈവൻ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ജോലിക്ക് പോകാനായാലും പഠിക്കാനായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും മേ ബി കുട്ടികൾ കാണും. മേ ബി കുട്ടികളെ നോക്കാൻ വേറെ ആരും ഉണ്ടായില്ലെന്ന് വരാം. ചിലപ്പോൾ അച്ഛനമ്മ കാണും. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് മേ ബി ജോലിക്ക് പോകുന്ന സിറ്റുവേഷൻ അങ്ങോട്ടേക്ക് അടഞ്ഞു എന്ന് വരാം. ഇത്തരം സിറ്റുവേഷനിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ തന്നെ ഒതുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുഞ്ഞു കുട്ടികൾ കൂടി ആകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എന്താ പറയുക, വേറെ ഒന്നിനും എൻഗേജ്ഡ് ആകാൻ പറ്റാത്ത അത്രയും ബിസി ആയിരിക്കും. കുഞ്ഞു കുട്ടികളുടെയൊക്കെ പുറകെ നടന്ന് അങ്ങനെ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അതും മാനേജ് ചെയ്യണം. ഈവൻ നമ്മുടെ ലൈഫും സെക്യൂർഡ് ആക്കണം, നമ്മുടെ ഫാമിലിയുടെ ലൈഫും സെക്യൂർഡ് ആക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് എക്സ്ട്രാ ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് കുറച്ച് ഇൻകം ഒക്കെ ആയാലും സേവ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് അല്ലേ. ഇവൻ നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ കയറുവാണ്. പ്രൈവറ്റ് ഫേമിൽ കയറിയാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു അധികം ഒരു 20,000 ആ ഒരു റേഞ്ചിലെ, ഇപ്പോൾ ഒരു ബ്രേക്കൊക്കെ വന്നവരാണെങ്കിൽ ആ ഒരു റേഞ്ചിലെ സാലറി കിട്ടത്തുള്ളായിരിക്കും. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് വലിയ കാര്യമായിരിക്കും. പക്ഷെ എത്ര നാളെന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകും. കാരണം ഫാമിലി ആയിട്ട് മിംഗ്ലിംഗ് ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലീവ് വേണമെങ്കിൽ, വീട്ടിലെ ആവശ്യത്തിന് വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ലീവിന് കെഞ്ചേണ്ട അവസ്ഥ, അതുപോലെ തന്നെ സാലറി എക്സ്ട്രാ വേണമെങ്കിൽ അതിന് കെഞ്ചേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവർ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് കുഞ്ഞിനെയൊക്കെ ഉറക്കി കഴിഞ്ഞ് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആ ഉച്ചക്കത്തെ ആ ഗ്യാപ്പിന് കുറച്ച് സമയം കാണുമല്ലോ. അതുപോലെ തന്നെ രാത്രിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വേണമായിരിക്കും. ആ ടൈമിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കും. നിങ്ങളിപ്പോൾ എന്ത് തുടങ്ങി വെച്ചാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് വരിക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ തന്നെയാണ്. ഇനി സ്കൂൾ കുട്ടികളെ എടുത്ത് നോക്കാം. സ്കൂൾ കുട്ടികൾ യൂട്യൂബിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല.
കൂടുതലും കോളേജ് സ്റ്റുഡൻസ് മിക്കപ്പോഴും അവരുടെ ഷോർട്സ് ഒക്കെ ആയാലും ഇപ്പൊ ബ്ലോഗ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിം മുൻകൂട്ടി നിങ്ങൾ കണ്ടിട്ടായിരിക്കും നിങ്ങൾ യൂട്യൂബ് ചാനൽ ആയാലും തുടങ്ങുന്നത്. മാത്രമല്ല ഇപ്പൊ ആരുടെയെങ്കിലും ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അനുകരിച്ചിട്ടായിരിക്കും അതുപോലെ ആകണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, നേരത്തെ സമ്പാദിക്കണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ആരും ഒരു സേവിങ്സ് പോലെ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വഴി നിങ്ങൾക്ക് ഒരു കുറച്ച് ടൈം കിട്ടിയല്ലോ, ആ ടൈമിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നത്താടോ ഓരോ ഷോർട്സോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതൊരു ഉപകാരമായിരിക്കും. പിന്നെ പറയാനുള്ളത് എംപ്ലോയീസ് ആണ്. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഗവൺമെന്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരായാലും ഡോക്ടേഴ്സ്, എഞ്ചിനീയർമാർ ഉൾപ്പെടെ എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ലൈഫൊക്കെ സെക്യൂർഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം, അതല്ല എങ്കിൽ എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കാം. ഈവൻ അബ്രോഡ് ഉള്ളവരാണെങ്കിൽ കൂടിയും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുന്നുണ്ട് പതുക്കെ. കാരണം ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും ഇൻകം കിട്ടും എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവൻ എൻ്റെ അടുത്താണെങ്കിൽ പോലും ഇപ്പൊ പുറത്ത് കാണുന്നവരൊക്കെ ആയാലും യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, ക്യാഷ് കിട്ടി തുടങ്ങിയോ, ക്യാഷ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കൂടി തരണേ എന്നുള്ള രീതിയിൽ പലരും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഇനി എൻ്റെ അടുത്ത് ആക്കി സംസാരിക്കുന്നതാണോ അതോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി അവർക്ക് ക്യാഷ് കിട്ടും എന്ന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ ABCD അറിയത്തില്ലായിരിക്കും. പതുക്കെയാണ് നമ്മൾ ഷോർട്സ് ഒക്കെ ആയാലും അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞായിരിക്കും ഷോർട്സിൽ നിന്നും ഇത്രയും രൂപയെ കിട്ടത്തുള്ളൂ, പിന്നെ ലോങ് വീഡിയോ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആഡ്സ് കിട്ടുന്നു അതനുസരിച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും 4000 വാച്ചറും അതുപോലെ 1K സബ്സ്ക്രൈബറുമാണ്. അതുപോലെ ഷോർട്സിന് 1K സബ്സ്ക്രൈബറും 1 കോടി വ്യൂസുമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ഒന്നും മനസ്സിലാകണമെന്നില്ല ഇവരെന്തൊക്കെയാ പറയുന്നത്. പക്ഷെ അത് കാണുന്നവരെ സംബന്ധിച്ച് അവർ പറയും, ഓ ബിസിനസ് ആയിരുന്നു കുറച്ച് നാള്, പിന്നെ വേറെന്തോ ആയിരുന്നു കുറച്ച് നാള്, ഇതായിപ്പോ ഇതിലേക്കും തിരിഞ്ഞിട്ടുണ്ട്, ഇനി എന്തായിരിക്കും അടുത്തത്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറയുന്നവരും കാണും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൽ കയറുവാണെങ്കിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് എങ്ങനെയെങ്കിലും ആഞ്ഞു പിടിച്ച് നമ്മൾ 4000 വാച്ചൊക്കെ ആയാലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളൊരു ടെലഗ്രാം ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൽ മെമ്പർ ആകുന്ന എല്ലാവർക്കും ഞങ്ങൾ 1K സബ്സ്ക്രൈബർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും.